തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്ത് വളരെ മനോഹരമായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. കാരണം അതിനകത്ത് തൊഴിൽ അവകാശമാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾ. തൊഴിലൊരു അവകാശമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് അത് ആളുകൾക്ക് ഗവൺമെന്റ് ആർട്ടിക്കിൾ അനുസരിച്ച് 14 21 ഒക്കെ അനുസരിച്ച് സമത്വവും, അതുപോലെ ജോലിക്ക് തുല്യ വേതനവും, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും, അങ്ങനെ ഒരു അന്തസ്സായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഭരണഘടനാപരമായിട്ട് തന്നെയുള്ള മനുഷ്യന്റെ വലിയ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന വലിയൊരു പദ്ധതിയാണ് തൊഴിലുറപ്പ്. പക്ഷേ നിർഭാഗ്യവശാൽ അതിൽ ഒരുപാട് കരിനിഴൽ പടരുകയാണ്, ആശങ്കകൾ ഉണ്ടാവുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ അവരുടെ വകയും ഉണ്ട് കുറെ ആശങ്കകൾ. അവരൊരു പേര് മാറ്റി. ശരി, മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി. പിന്നെ മനുഷ്യന് പറയാൻ പറ്റുന്നൊരു പേരിടണ്ടേ ഏതെങ്കിലും? പക്ഷെ ആ പേര് തന്നെ മാറ്റി അതിൽ വലിയ വിവാദം ഉണ്ടാക്കി. അതുപോലെ തന്നെ 60-40 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ചെയ്തു. കേരളം പോലുള്ള സ്റ്റേറ്റിനാണെങ്കിൽ ഈ 40% എടുക്കാനുള്ള പൈസയും ഇപ്പൊ അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അങ്ങനെ 60-40 പിന്നെ ഒരുപാട് നിയമനങ്ങളും കർശനമായിട്ട് കാര്യങ്ങളും ഒക്കെ അഴിമതിയെ പിടിക്കാൻ എന്നാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള വിഷയം. കേന്ദ്ര ഗവൺമെന്റിന്റെ ബേസിക് പറയുന്നത് ഇതിനകത്ത് അഴിമതി ഒരുപാടുണ്ട്, പിന്നെ മിസ്മാനേജ്മെന്റ് ഉണ്ട്, വകമാറ്റി ചെലവഴിക്കലുണ്ട്. അപ്പൊ 3 കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. ഒന്ന് അഴിമതിയുണ്ട്, മിസ്മാനേജ്മെന്റ് ഉണ്ട്, വകമാറ്റി ചെലവഴിക്കലുണ്ട്, മിസ്യൂസ് ഉണ്ട്. മിസ്മാനേജ്മെന്റ്, മിസ്യൂസ്, അഴിമതി അങ്ങനെ അടിമുടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കർശനമായ പല നിയമങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാണ് അവർ പല നിയമങ്ങൾ കൊണ്ടുവന്നത്. ഇനി സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നല്ല രസമാണ്. 2 കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 1000 കോടി രൂപ തൊഴിലുറപ്പിന് വെച്ചു എന്ന് പറയുമ്പോൾ ആളുകൾ ആവേശത്തോടു കൂടി ചെണ്ടയടിക്കുകയാണ്. പത്രങ്ങളിലെല്ലാം വലിയ ടൈറ്റിലാണ്. പക്ഷേ എത്രയാണ് ആവശ്യമുള്ളത്? 4000-5000 കോടി രൂപയുടെ വാർഷിക ബഡ്ജറ്റാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നതെങ്കിൽ 2000 മുതൽ 1500 മുതൽ 2000, 3000, 4000, 5000 വരെ പോയ കഥകളും ഉണ്ടെന്ന് പറയും. അത്രയും വലിയ തുകയാണ് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ 40% എന്ന് പറയുന്നത് 1000 കോടി വെച്ചാൽ മതിയോ? അപ്പോൾ ഇത് കുറഞ്ഞാൽ ഇനി സപ്ലിമെന്ററി ബഡ്ജറ്റിൽ ഇത് വരുമോ? അതോ പുതിയ ഗവൺമെന്റ് അത് കൊണ്ടുവരുമോ? അങ്ങനെ തൊഴിലുറപ്പിലേക്ക് വേണ്ടി ഒരുപാട് കോടിക്കണക്കിന് രൂപ, 2000-3000 കോടി രൂപ തൊഴിലുറപ്പിന് മാത്രം വെച്ചാൽ മറ്റ് മേഖലകൾ എങ്ങനെ സംഭവിക്കും? ഇനി മറ്റ് മേഖലകൾക്ക് പൈസ കൊടുക്കാതിരുന്നത് കൊണ്ട് തൊഴിലുറപ്പിനെ മാത്രം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇത് വലിയ കൃത്യമായ ഒരു പ്രതിസന്ധിയാണ്. അതിനേക്കാൾ വലിയൊരു കാര്യം, സെക്രട്ടേറിയറ്റിലുള്ള LSGDയും അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ഒരു ചക്രത്തെ പോരാട്ടമെന്നോ എന്താ പറയാന്നറിയില്ല. ഒരു അണ്ടർ സെക്രട്ടറി എഴുതിയെന്നോ, അണ്ടർ സെക്രട്ടറി എഴുതിയ നോട്ടിനെ ഓവർടേക്ക് ചെയ്യാൻ പിന്നെ അതിനാവശ്യമായ വിവരങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നോ, എന്ത് ന്യായം പറഞ്ഞിട്ടായാലും അവരുടെ ശമ്പളം പരിഷ്കരിക്കപ്പെടുന്നില്ല. എല്ലാവർക്കും കൂട്ടിക്കൊടുക്കുന്നു. ആശാ വർക്കേഴ്സിന് 1000 കൊടുത്തു, അവർക്ക് 21,000 കൊടുക്കണം. പ്രകടന പത്രിക പറഞ്ഞതാണ്. എന്നാലും 1000 കൊടുത്തു, നേരത്തെ ഒരു 1000 കൊടുത്തു. അംഗനവാടികൾക്ക് നേരത്തെ ഒരു 1000 കൊടുത്തു, ഇപ്പോൾ 1000 കൊടുത്തു. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ കുറേശ്ശെ കൊടുത്തു. ശരി, അപ്പോഴും തൊഴിലുറപ്പുകാരെ മിണ്ടിയിട്ടില്ല. അവരുടെ ഫയൽ എന്തായി എന്നുള്ളതിനെ സംബന്ധിച്ചും യാതൊരു ധാരണയുമില്ല. ശരിക്കു പറഞ്ഞാൽ പല സ്റ്റേറ്റുകളിലും അവർക്ക് 2 കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒന്ന്, പദ്ധതി കാലയളവ് എത്ര മുമ്പോട്ടുണ്ടോ അത്രയും കാലയളവിലേക്ക് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് നിൽക്കാം എന്നൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. വലിയ തോതിലുള്ള ശമ്പള വർധനവും കൊടുത്തിട്ടുണ്ട്. നേരത്തെ 5 മുതൽ 6% വരെ മാത്രമേ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എടുക്കാൻ പറ്റുകയായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ 9% എടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ശമ്പള ഹൈക്ക് കൊടുത്താലും പ്രവർത്തിക്കാൻ പറ്റും. 9% എടുക്കാൻ പറ്റും. നേരത്തെ 6% വരെ. അപ്പൊ ഒരു 50% കൂട്ടിയിരിക്കുകയാണ്. 100 എന്നുള്ളത് 150% ആക്കിയിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ശമ്പളം വർധന വരുത്താൻ പറ്റും. അപ്പോൾ ഒരു വശത്ത് ശമ്പള വർധനവില്ല, അങ്ങനെ തൊഴിലാളികളാകെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നു, ജീവനക്കാരാകെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നു. മറുവശത്ത് സർക്കാരിന്റെ ഈ നയങ്ങൾ, അത് കേന്ദ്രത്തിൻ്റെതായാലും സംസ്ഥാനത്തിൻ്റെതായാലും, ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരിഹരിക്കപ്പെടുന്ന രീതിയിലല്ല ഈ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ 60% മതി തരുവോളൂ എന്ന് പറയുന്നു, ഇവിടെ 40% ഇവിടെ നിന്ന് കണ്ടെത്തണം. അതിനുള്ള വക സ്റ്റേറ്റിന് ഇല്ലാതെ വരുന്നു. അപ്പോൾ മറ്റ് സ്റ്റേറ്റുകൾക്കെല്ലാം ഈ പ്രശ്നം വരാം. അപ്പോൾ അത് വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലാണ്. നമ്മളൊരു കോമൺ മാൻ വ്യൂവിൽ നിന്ന് സംസാരിക്കുമ്പോൾ അപ്പുറത്ത് ശരിയാണ്, സർക്കാരിന്റെ നയങ്ങളുണ്ട്, സർക്കാരിന്റെ പോളിസികളുമായി ബന്ധപ്പെടുത്തി ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. മറ്റു പദ്ധതികൾക്ക് 60%, 40% എന്നുള്ള പോളിസി ആൾറെഡി സ്വീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിനകത്തും സ്വീകരിക്കണം എന്നൊക്കെയുള്ള വളരെ നയപരമായ കാര്യങ്ങളുണ്ട്. പക്ഷെ ആ നയപരമായ കാര്യങ്ങൾ ഉള്ളപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നാം തിരിച്ചറിയേണ്ടത്, പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ, ജീവനക്കാരുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ വലിയ നിരാശയാണ് തൊഴിലുറപ്പ് പദ്ധതി മുന്നിൽ നൽകുന്നത്. ഇനി കേന്ദ്ര ഗവൺമെന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു ലേഖനം കേരള ഗവൺമെന്റിൽ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, കേന്ദ്ര ഗവൺമെന്റ് ഇത് വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ്
പറയുന്നതെങ്കിൽ അത് കേരള സമൂഹത്തിലെ ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സാധാരണ ജനങ്ങളാണ്, പ്രത്യേകിച്ച് മഹാഭൂരിപക്ഷ സ്ത്രീകളാണ്. അവർ ശരിയായി ധരിക്കേണ്ടതുണ്ട് കാര്യങ്ങൾ. അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ്, യൂണിയൻകാരായാലും മറ്റുള്ളവരായാലും ആരായാലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെങ്കിൽ വേറൊരു എഡ്യൂക്കേഷൻ ഇവിടെ നടക്കേണ്ടതാണ്. അല്ല, കേന്ദ്ര ഗവൺമെന്റ് പറയുന്നതാണ് ശരിയെങ്കിൽ അത് ഓക്കെ. ഇനി അവർ പറയുന്നതിൽ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ, ഈ പറയുന്ന ബാധ്യതകൾ സംസ്ഥാനത്തിന് വലിയ ബാധ്യത വരുമെങ്കിൽ തീർച്ചയായിട്ടും അവരും തിരുത്തേണ്ടതാണ്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശാ വർക്കേഴ്സിലൊക്കെ അംഗൻവാടിയിലൊക്കെ ഇത് വലിയ വിഷയമാണ്. അംഗൻവാടിയിൽ 3 പ്രാവശ്യമായിട്ടാണ് ശമ്പളം കൊടുക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പൈസ ഒരു പ്രാവശ്യം ചെല്ലും. ഇപ്പോൾ 1000 ശമ്പളം ഉണ്ടെങ്കിൽ 3 പ്രാവശ്യമായിട്ടാണ് കിട്ടുന്നത്. ആദ്യം ഒരു 3000 രൂപ കിട്ടും, അത് 4 ദിവസം കൊണ്ട് തീരും. ഉടനെയാണ് അടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ 3000 കിട്ടും. എന്തുകൊണ്ട് ഈ 10000 രൂപയാണ് അവർ കൊടുക്കുന്നതെങ്കിൽ ഒന്നിച്ച് ഒറ്റ അക്കൗണ്ടിൽ ഒരു പ്രാവശ്യമായിട്ട് അവർ കൊടുത്തുകൂടാ? കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും പഞ്ചായത്ത് അലോക്കേഷനൊക്കെ നിങ്ങളുടെ കാര്യമാണ്. ജനങ്ങൾക്കല്ല എന്താണ് കാര്യം? നിങ്ങൾ എന്തായാലും നിങ്ങൾ കൊടുക്കും, ശമ്പളം ഓണററിയും കൊടുക്കുന്നു. അതിനൊരു കൃത്യമായതൊരു കൃത്യത ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ മാസവും ഒരു 5-നകത്ത് ശരി, ബാക്കിയുള്ള ശമ്പളം എല്ലാവർക്കും കൊടുക്കുന്ന 1 ഇനി ചിലർക്ക് 2-ാം തീയതി കൊടുക്കും. ഒരു 5-നകത്ത് പിടിച്ചോളൂ. എല്ലാ മാസവും 5-നകത്ത് കൊടുക്കുമെന്ന് പറയാം. അതൊരു ഓക്കെയാണ്. അതൊരു കേട്ടാലൊരു സുഖം തോന്നും. സ്കീം തൊഴിലാളികൾക്ക് 5-ാം തീയതിക്കകത്ത് ശമ്പളം കൊടുക്കും. പക്ഷെ കൊടുക്കുമ്പോൾ മൊത്തം കൊടുക്കണ്ടേ? ഇത് വർക്കർമാരെ കണക്കെടുത്തോളൂ. അവർക്ക് കിട്ടുന്ന പൈസ 1000-1500 രൂപ 10 ദിവസം കുടുംബം കിട്ടും. ഇനി എപ്പോൾ കിട്ടുമെന്ന് അറിഞ്ഞും കൂടാ. അത് രസമാണ് കേട്ടോ. ഈ 5-ാം തീയതി കിട്ടി 15-ാം തീയതി മറ്റേ പൈസ കിട്ടും, അതുമില്ല. അതിലപ്പോൾ 20 ആകാം, 25 ആകാം. ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയല്ല പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത്. പദ്ധതികൾക്ക് വേണ്ടിയാണ് പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത്. അത് കേന്ദ്രത്തിന്റെ പദ്ധതി, സംസ്ഥാനത്തിന്റെ പദ്ധതി, ആ പദ്ധതി, ഈ പദ്ധതി എന്ന് പറയും. പിന്നെ ജനങ്ങളെ സംബന്ധിച്ച ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കും. ജനങ്ങളും ഇന്നലെ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ആളുകൾ വന്ന് ചോദിക്കുന്നു, DA കൊടുക്കാൻ പൈസ എവിടെ? കേന്ദ്രം തരുന്നില്ലല്ലോ. ഒരു ന്യായീകരണ തൊഴിലാളി. അടുത്ത ആൾ കേന്ദ്രം തന്നില്ലെങ്കിലും കൊടുക്കണ്ടേ? വേറെ ന്യായീകരണ തൊഴിലാളി. ഈ ന്യായീകരണങ്ങളൊക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രമല്ല, കേന്ദ്ര സംസ്ഥാന പദ്ധതികളെല്ലാം തന്നെ വളരെ കൃത്യമായ ഹോംവർക്കിലൂടെ പോയില്ലെങ്കിൽ ജനങ്ങൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും ഈ ബഡ്ജറ്റ് കൂടി വന്നപ്പോൾ തൊഴിലുറപ്പുകാർക്ക് വലിയ ആശങ്ക വന്നിട്ടുണ്ട്. ആശങ്കയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അതിൻ്റെ ജീവനക്കാരാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഗവൺമെന്റ് കർശനമായി പരിഗണിക്കേണ്ട വിഷയമാണ്.